ജോലിയിൽ നിന്നും വിരമിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും അംഗൻവാടി ജീവനക്കാർക്ക് ക്ഷേമനിധി തുക ലഭിച്ചില്ലെന്ന് പരാതി. പെൻഷൻ തുക കൃത്യമായി ലഭിക്കുന്നില്ലെന്നും ആരോപണം. 2023-24 വർഷങ്ങളിൽ അംഗനവാടിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാള ICDSന് കീഴിലുള്ള അംഗനവാടികളിൽ നിന്നും വിരമിച്ചവരാണ് പ്രതിഷേധമറിയിച്ചത്. ഇതുവരെ ഞങ്ങൾക്ക് പെൻഷനും ഇല്ല. ഞങ്ങൾ 500 രൂപ എല്ലാ മാസവും ക്ഷേമനിധിയിൽ അടയ്ക്കാറുണ്ട്. ഞങ്ങളുടെ ഓണറിൽ നിന്ന് കട്ട് ചെയ്യാറാണ് പതിവ്. ആ പൈസ അതിൻ്റെ ഒരു വിവരവും ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്ഷേമനിധിയിൽ ഇപ്പോൾ ഫണ്ടില്ല എന്നാണ് പറയണത് ഞങ്ങൾക്ക് തരാൻ. 2023 ഏപ്രിലിൽ റിട്ടയർഡ് ആയവർക്കുമില്ല, 2024 ഏപ്രിലിൽ റിട്ടയർഡ് ആയവർക്കുമില്ല. ഇനിയിപ്പോൾ 2025 ഇതേപോലെ റിട്ടയർഡ് ആവാനുണ്ട്. ഞങ്ങൾ 41 വർഷമൊക്കെ സർവീസിൽ ഇരുന്നവരാണ്. തുച്ഛമായ വരുമാനമാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഓണറേറിയം. എന്നിട്ട് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവിതം മുഴുവനും ഞങ്ങൾ അംഗൻവാടിയിൽ ഹോമിച്ചവരാണ്. ഇപ്പം ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. പെൻഷൻ 2500 ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം രോഗികളായാണ് പലരും വിരമിച്ചത്. ഇക്കാലയളവിൽ ക്ഷേമനിധി തുക അടയ്ക്കുകയും ചെയ്തിരുന്നു. ഈ തുക എത്രയും പെട്ടെന്ന് നൽകാൻ നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇന്നിപ്പോൾ ആശാവർക്കർമാർ അവിടെ സമരം നടത്തുന്നുണ്ട്. ഈ ആശാവർക്കർമാർക്ക് ഒരു കുത്തിവയ്പ്പിനെയും ഒരു പ്രഗ്നൻറ്റിനെ കണ്ടെത്തി അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്ത് അവർ പ്രസവിച്ച് കഴിയുമ്പോൾ അവർക്ക് ഇൻറ്റൻസീവ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് യാതൊന്നും ഇച്ഛിക്കാതെ തന്നെ വെറും 175 രൂപയ്ക്കാണ് ഞങ്ങൾ ഈ പണികൾ മുഴുവനും ചെയ്തിരുന്നത്. ആശാവർക്കർമാരെ അവഗണിക്കണം എന്നല്ല, അവരെ പരിഗണിക്കണം, അവർക്ക് കൊടുക്കണ്ട എന്നല്ല ഞങ്ങൾ പറയണത്. ഇപ്പോഴും അവർ ഏകദേശം ഒരു 10-15-17 വർഷം ആയിട്ടുണ്ടാകുള്ളൂ അവർ കയറിയിട്ട്. ഞങ്ങൾ 41 വർഷമായി ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒത്തിരി ക്ഷേമ വകുപ്പിൻ്റെ ക്ഷേമ പെൻഷനുകളും ഇതെല്ലാനും കണ്ടെത്തി ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ കണ്ടെത്തി അവർക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി കൊടുത്തിരുന്നു ഈ തുച്ഛമായ 175 രൂപക്ക്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് 10 പൈസ 5 പൈസ ഈ വീതമാണ് വിറകിനൊക്കെ കിട്ടിയിരുന്നത്. ഞങ്ങൾ മറ്റുള്ള വീടുകളിലൊക്കെ പോയി എരന്നും ചോദിച്ചും ഒക്കെയാണ് ഞങ്ങൾ, പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുമൊക്കെയാണ് ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കൊടുത്തിരുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത്, ഞങ്ങൾ സർവീസിൽ കയറുന്ന സമയത്ത് സേവന വ്യവസ്ഥയിൽ ജോലി ചെയ്തോളാമെന്ന് ഞങ്ങൾ എഴുതി കൊടുത്തുപോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾക്കിത് തിരിച്ചൊന്നും ചോദിക്കാൻ കഴിവില്ല. പിന്നെ അന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ ഈ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കണ നേരത്തും അവിടെ നിങ്ങോട്ട് കഴിഞ്ഞിറങ്ങണ നേരത്തൊക്കെയാണ് ഞങ്ങൾ ഈ ജോലിയിൽ കയറിയത്. ഇത് ഒത്തിരി വലുതാകും എന്നുള്ളൊരു ധാരണയിൽ കയറിപ്പറ്റി. പിന്നെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വിട്ടു പിരിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഇത് കഴിഞ്ഞ് ഈ 40 വർഷത്തിനുള്ളിലാണ് ഞങ്ങളൊക്കെ അവിടെ നിന്ന് സർവീസിൽ നിന്ന് പിരിയണ നേരത്തെ ആകെ 12,000 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ 5 രൂപ 5 പൈസ 10 പൈസ 25 പൈസ 50 പൈസ അങ്ങനെ കയറി ഞങ്ങൾ ഇറങ്ങണ നേരത്ത് 2 രൂപ പച്ചക്കറിക്കും വിറകിനൊക്കെ ആയിട്ട് കിട്ടിയിരുന്നു. ഒത്തിരി പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി അവിടെ വന്ന പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ വന്ന കുട്ടികളുടെ പാരൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ സമാഹരിച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. അവിടെ നിന്നുകൊണ്ട് തന്നെ പലരുടെയും കെട്ടുതാലി പണയം വെച്ചും വിറ്റും അങ്ങനെ പിന്നെ സ്വന്തമായിട്ട് അവരവരുടെ വീടുകളിൽ നിന്ന് സ്വന്തക്കാരുടെ അടുത്തുനിന്ന് സ്ഥലങ്ങൾ കൊടുത്ത് 2 സെൻറ്റ് സ്ഥലം കൊടുത്ത് 15,000 രൂപയാണ് നമുക്ക് കെട്ടിടം നിർമ്മിക്കാനായിട്ട് ഗവൺമെൻറ് തന്നിരുന്നത്. ഈ 15,000 രൂപയിൽ ഉൾപ്പെടാതെ അതുപോലത്തെ ഒരു 2 15,000 കൂടിയും പിരിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതെല്ലാം മാറി എങ്കിൽ പോലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന ഞങ്ങളുടെ അടുത്ത് നിന്ന് ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് 20 രൂപ 30 രൂപ 200 രൂപ 500 രൂപ ഈ വീതമാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് ക്ഷേമനിധി പിരിച്ചിരുന്നത്. ഈ പിരിച്ച പൈസ ഇതുവരെയായിട്ടും 2 വർഷമായി ഞാൻ റിട്ടയർഡായിട്ട് ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് തന്നിട്ടില്ല ക്ഷേമനിധിയുടെ പൈസ. പെൻഷനാണെങ്കിൽ തന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ പെൻഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും പെൻഡിങ്ങിലാണ്. മുഴുവൻ ഈ മാസം വരെയുള്ള പെൻഷനൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒക്ടോബർ വരെയുള്ള പെൻഷനാണ് കിട്ടിയിരിക്കുന്നത്. അത് ക്രമാതീതമായിട്ട് തരും എന്നവർ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ ക്ഷേമനിധിയുടെ പൈസ അടച്ച പൈസ തരാതെ യാതൊരു നിവൃത്തിയുമില്ല. പിന്നെ കൂടാതെ ഞങ്ങൾക്ക് ഈ 2,500 രൂപയും കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഞങ്ങളുടെ നടക്കില്ല. അപ്പം ഞങ്ങളുടെ പെൻഷൻ വർദ്ധിപ്പിക്കണം. എല്ലാവരും രോഗികളാണ്. ജീവിതശൈലി രോഗങ്ങളല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി രോഗങ്ങൾ എന്ന് വെച്ചാൽ ആദ്യകാലത്ത് വീടാന്തരം നടന്നും കുന്നും മലയും കയറി ഇറങ്ങി നടന്ന് ഞങ്ങളുടെ എല്ലുകളൊക്കെ തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ല, സംഭവിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ല.
ഒരുപാട് ട്രെയിനിങ്ങുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ട്രെയിനിങ്ങിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടിട്ടാണ് ഞങ്ങൾ നാട്ടുകാരുടെ മക്കളെ വളർത്തിയേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വൃദ്ധസദനത്തിൽ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ കൊണ്ടുവന്നാക്കിയാലും ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവരെ ഞങ്ങൾ നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിലും എവിടം വരെ എത്താൻ പറ്റുമോ അവിടം വരെയൊക്കെ ഞങ്ങൾ പോകാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. കൂടാതെ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നും അത് കൃത്യമായി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ നിവേദനം നൽകിയിരിക്കുകയാണ്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ജീവനക്കാർ. മീഡിയ ടൈം, മാള.